ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴും പലർക്കും ലൈഫ് ഇൻഷുറൻസ് എന്തിനെ എടുക്കണമെന്ന് അറിയില്ല. എല്ലാവരും പറയുന്നത് ഞാൻ മറ്റു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്, സേവിങ്സ് ഉണ്ട്, പിന്നെ എന്തിനാണ് ലൈഫ് ഇൻഷുറൻസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതി വച്ചിരിക്കുന്ന ഫണ്ട് എപ്പോഴെങ്കിലും നഷ്ടപ്പെടാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ബുദ്ധിമുട്ടാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാനും മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാനും നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? ഇതിനെല്ലാം മറുപടി നോ എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. ഇത് കൂടാതെ പല ബെനിഫിറ്റും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുണ്ട്. ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരാളുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്ന ഒരു സ്കീമാണ്, ഒരു കോൺട്രാക്റ്റാണ്. നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ നോക്കിയ പോലെ നോക്കാനുള്ള ഒരു തുക അവിടെ ഏൽപ്പിക്കും എന്നുള്ള ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ അതൊരു സുരക്ഷിതത്വമാണ് ഒരാൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും കേസിൽ ഒരു ആക്സിഡൻറ്റോ ഒരു അപകടമോ എന്തെങ്കിലും സംഭവിച്ചു, ഒരു ഡിസേബിൾമെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് കുറേ കാലങ്ങളോളം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കിടന്ന കിടപ്പിലായി പോയേക്കാം. കുറേ കാലങ്ങളോളം ട്രീറ്റ്മെൻറ്റിന് ശേഷമായിരിക്കും അയാൾക്ക് വീണ്ടും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇത്തരം അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. ഈ അപകടങ്ങളൊന്നും തന്നെ നമ്മളെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമല്ല വരുന്നത്. അപ്പം ഈ ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത സമയങ്ങളിൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, ഈ മഴക്കാലമാണ്, എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടക്കേണ്ട സമയമാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി നടക്കുന്നു. അതിന് മുകൾ ഭാഗത്ത് വാർക്കപ്പുറത്ത് കയറി വീടൊന്ന് നനയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് രാവിലെ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് കയറിയതാണ്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കാലൊന്ന് തെന്നി അവിടെ നിന്ന് താഴെ വീണു. അതിൻ്റെ ഗുരുതരമായ പരിക്ക് പറ്റി. അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാതെയും കുറേ നാളുകളവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് കിടക്കേണ്ടി വരും. ഒരു ഡിസേബിൾമെൻ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു പാർഷ്യലായിട്ടുള്ള ഡിസേബിൾമെൻറ്റ്. ഭാഗ്യവശാൽ മറ്റ് ദൂഷ്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് അദ്ദേഹത്തിന് ലഭിക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ എക്സ്പെൻസിനും അത് അദ്ദേഹത്തിന് സഹായിക്കും. അപ്പോൾ ഇത്തരം ഒരു ബെനിഫിറ്റും ഇത്തരം പോളിസികളിൽ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ അവിടെ ഉണ്ടാകും. നമ്മളൊരു ലോൺ എടുക്കാൻ ഒരു ബാങ്കിലോ മറ്റോ ചെന്ന് കഴിഞ്ഞാൽ 100 നൂലാമാലകളാണ് അല്ലേ. പല ഡോക്യുമെൻ്റ് വേണം, ഇൻകം പ്രൂഫ് വേണം, എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെന്ന് വരും. പക്ഷേ ഇവിടെ ഒരു സ്കീം നമ്മൾ എടുക്കുന്നതോടുകൂടെ ഒരു 2 വർഷം പോളിസി അടച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ലോൺ എടുക്കാനായിട്ട് ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ, അത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിനും നമ്മുടെ പർച്ചേസ് പ്രൈസിനും ഒക്കെ അനുസരിച്ചിട്ട് ഒരു തുക അവിടെ സേവായിട്ട് ഇരിക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും ആ സ്കീമിൽ നിന്നും നമുക്ക് ലോൺ എടുത്ത് നമ്മുടെ ആവശ്യം നിറവേറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ബെനിഫിറ്റുകളുണ്ട്. അതുകൂടാതെ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു തുക, അവർക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാതെ ആരെയും മുന്നിൽ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു തുക അവിടെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ്. ഇങ്ങനെ പല ബെനിഫിറ്റുകളും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഉണ്ട്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടുന്നത് മാത്രമല്ല, ഇത്തരം ബെനിഫിറ്റുകളെയാണ് റിസ്ക് കവറേജ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല റിസ്കുകളും നമുക്ക് കവർ ചെയ്യാൻ, പ്രതിരോധിക്കാൻ ഇത്തരം ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്, അത്യാവശ്യവുമാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഇത്തരം അറിവുകൾ ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.